ഉത്തർപ്രദേശ് നിയമസഭയിൽ മൺസൂൺ സെഷൻ ആരംഭിക്കാനിരിക്കെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. പ്രതിപക്ഷ നേതാവായിരുന്ന അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് വിജയിച്ചതിനാൽ MLA സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതോടെ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവായി പകരം ആര് വരുമെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയ കാര്യമായിരുന്നു. അതിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മാധ പ്രസാദ് പാണ്ഡെയെ പ്രതിപക്ഷ നേതാവാക്കിയാണ് അഖിലേഷ് എതിർപ്പാളയത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ മൺസൂൺ സെഷനിലൂടെ സമാജ്വാദി പാർട്ടിയെ നയിക്കുക എന്നതാണ് പാണ്ഡെയുടെ ആദ്യ ദൗത്യം. കിഴക്കൻ UP-യിലെ സിദ്ധാർത്ഥ നഗർ ജില്ലയിലെ ഇന്ത്യയിൽ നിന്ന് 7 തവണ MLA ആയ പാണ്ഡെ 2004-ൽ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിയമസഭാ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2012-ൽ അഖിലേഷ് യാദവ് SP-യെ അധികാരത്തിലെത്തിച്ചപ്പോഴും സ്പീക്കർ ചുമതല പാണ്ഡേക്കായിരുന്നു. അഖിലേഷിന്റെ അമ്മാവനും SP സ്ഥാപക അംഗവുമായ ശിവപാൽ സിംഗ് യാദവിനെ ഈ സ്ഥാനത്തേക്ക് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ പരിഗണിച്ചിരുന്നെങ്കിലും നേതൃത്വത്തിന്റെ മനസ്സിൽ മറ്റൊരു പ്ലാനായിരുന്നു. പിന്നാക്ക ദലിത് മുസ്ലിം വിഭാഗങ്ങളെ ഒപ്പം നിർത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത്. ഇത് വിജയം കാണുകയും ചെയ്തു. ഈ ഫോർമുലയിലൂടെ മുന്നോക്ക വിഭാഗമായ ബ്രാഹ്മണരെ തഴഞ്ഞുവെന്ന തോന്നൽ അവർക്കിടയിലുണ്ട്. ഈ വിടവ് നികത്താനാണ് മുതിർന്ന ബ്രാഹ്മണ നേതാവിനെ തന്നെ അഖിലേഷ് യാദവ് പ്രതിപക്ഷ നേതാവ് ആക്കുന്നത്. ഇതിനു പുറമെ 2 സുപ്രധാന നിയമനങ്ങൾ കൂടി SP നടത്തി. മുൻ രാജ്യസഭാ MPയും അഖിലേഷ് സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന കമൽ അക്തറിനെ ചീഫ് വിപ്പായും പ്രതാപ്ഗഡിൽ നിന്നുള്ള കുർമി നേതാവും റാണിഗഞ്ച് MLA-യുമായ RK വർമ്മയെ ഡെപ്യൂട്ടി വിപ്പായും നിയമിച്ചു. 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വർമ്മ SP-യിൽ ചേർന്നത്. പിന്നാക്ക വിഭാഗക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അവരെ ഒഴിവാക്കി മുന്നാക്ക വിഭാഗത്തിൽ നിന്നൊരു നേതാവിനെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുന്നത് ചിലരെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ഈ സ്ഥാനത്ത് എത്തുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതോടെ എല്ലാ വിഭാഗത്തെയും ഒപ്പം നിർത്തിയെന്ന് അവകാശപ്പെടാനും പാർട്ടിക്ക് സാധിക്കും. അതിനിടെ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള MLA-യെ പ്രതിപക്ഷ നേതാവാക്കിയതിലൂടെ അഖിലേഷ് യാദവ് പിന്നാക്ക വിഭാഗക്കാരെ വഞ്ചിച്ചതായി BJP നേതാവും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ കേശവ് പ്രസാദ് മൗര്യ ആരോപിച്ചു. ഈ വാദം ഉയർത്തിയാണ് BJP അഖിലേഷിനെ പ്രതിരോധിക്കുന്നത്. ലക്നൌവിലെ സമാജ്വാദി പാർട്ടി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന MLA-മാരുടെ യോഗത്തിന് ശേഷമായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രഖ്യാപനം. പാണ്ഡെയുടെ സമ്പന്നമായ അനുഭവം എല്ലാ SP MLA-മാർക്കും നിയമസഭാ സ്പീക്കർമാർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഭയിലെ മറ്റ് MLA-മാർക്കും പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുലായം സിംഗ് യാദവിന്റെ അടുത്ത അനുയായിയായിരുന്നു പാണ്ഡെ. മായാവതി മുഖ്യമന്ത്രിയായിരുന്ന 2007 മുതൽ 6 തവണ MLA ആയ ശിവപാൽ യാദവിനും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും സഭാ നടപടികളിലെ കൃത്യമായ ധാരണയും ചട്ടങ്ങളെക്കുറിച്ചുള്ള അറിവുമാണ് പാണ്ഡെയ്ക്ക് അനുകൂലമായത്. മാത്രമല്ല മുന്നാക്ക വിഭാഗക്കാരോട് അനിഷ്ടമുള്ള പാർട്ടി എന്ന പ്രതിപക്ഷ ആരോപണം മറികടക്കാനും ഇതുവഴി സാധിക്കുമെന്ന് SP കണക്ക് കൂട്ടുന്നു. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ പുതിയ ചീഫ് വിപ്പ് കമാൽ അക്തർ രാജ്യസഭാ അംഗമായി നേരിട്ട് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച SP-യിലെ ചുരുക്കം ചില പ്രവർത്തകരിൽ ഒരാളുമാണ്.